ഓയിൽ പാസ്റ്റൽസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോയിങ്ങാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് വരയ്ക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സിമ്പിൾ മീഡിയമാണ് ഓയിൽ പാസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഡ്രോയിങ് ചെയ്യാൻ പോകുന്നത്. ഹായ് ഹലോ നമസ്കാരം, ചിത്രയാണ്. ആർട്ട് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഓയിൽ പാസ്റ്റൽസ് വെച്ചിട്ടുള്ളൊരു ഡ്രോയിങ്ങാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു മീഡിയമാണ് ഓയിൽ പാസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഡ്രോയിങ്ങാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓയിൽ പാസ്റ്റൽ വെച്ചിട്ടൊരു സിമ്പിൾ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും വരച്ച് നോക്കിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമൽ ബ്രാൻഡിൻ്റെ ഓയിൽ പാസ്റ്റലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പേപ്പർ എടുത്തേക്കുന്ന ഐവറി ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഐവറി ഷീറ്റ് തന്നെ വേണമെന്നില്ല. നോർമൽ A4 പ്രിൻറ്റിങ് സൈസ് പേപ്പർ ആയാലും നമുക്ക് പിക്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു സൺസെറ്റ് തീം ബേസിലുള്ളൊരു സീനറിയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഔട്ട്ലൈനൊന്നും വരച്ചിട്ടില്ല. ഓയിൽ പാസ്റ്റൽ വെച്ചിട്ട് തന്നെ വരച്ച് പോവുകയാണ് ചെയ്യുന്നത്. കളറെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോട്ടൺ ബഡ്സാണ് എടുത്തേക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോഫ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് നോക്കിയായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ കോട്ടൺ ബഡ്സ് വെച്ചിട്ടുള്ള ബ്ലെൻഡിങ് ആണ് നമ്മൾ ചെയ്യാൻ നോക്കുന്നത്. ഏതായാലും നമുക്ക് ഇതിൽ വേണമെങ്കിലും കോട്ടൺ ടിഷ്യൂ വെച്ചിട്ട് സോഫ്റ്റ് ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ബ്ലൂ വാട്ടർ എഫക്റ്റ് കിട്ടാനായിട്ട് ഞാനതിൽ വൈറ്റ് പാസ്റ്റൽ വെച്ചിട്ട് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊരു വാട്ടറിൻ്റെ എഫക്റ്റായിട്ട് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ട് ആ വൈറ്റ് വെച്ചിട്ട് നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നത്. പിന്നെ ഇതിലെ ചെറിയൊരു ഡീറ്റെയിൽസ് ഒരു ബേഡ്സ് പോകുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ഞാനിന്ന് സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അക്രിലിക് പെയിൻറ്റും ഇതിൻ്റെ മേലെ യൂസ് ചെയ്യാം. സ്കെച്ച് പെന്ന് യൂസ് ചെയ്യാം. ഈസി ആയിട്ട് എടുക്കാനായിട്ട് ഞാൻ സ്കെച്ച് പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുമല്ല നമുക്ക് ഓയിൽ പാസ്റ്റലിൻ്റെ ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ അവിടെ കൊടുക്കാം. ഷാർപ്പ് എഡ്ജായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. അത് നമ്മൾ കുറച്ച് ഷാർപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ടും വേണമെങ്കിൽ നമുക്കവിടെ ബേഡിൻ്റെ എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കളേഴ്സ് ട്രാൻസിഷൻ എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ ടിപ്സ് ആൻഡ് ഡ്രോയിങ്സ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.